പാവി കെയർ ടേക്ക് കെയർ ഡയറക്ടഡ് ബൈ വിനീത് കുമാർ. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തിരുന്നത് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഈ പാവി കെയർ ടേക്ക് കെയർ എന്ന് പറഞ്ഞത്. ഞാൻ കാര്യം പറഞ്ഞത് കുറേ ചിലപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ സിനിമയിൽ കുറേ പോരായ്മകളുണ്ട്. അത് ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ദിലീപേട്ടൻ്റെ പഴയൊരു സിനിമ ഉണ്ടല്ലോ, അതായത് ഈ ബോഡി ഗാർഡ് സിനിമ ഇല്ലേ, ഈ ബോഡി ഗാർഡ് സിനിമേൻ്റെ അതേപോലെ ഈ സിനിമയിൽ പോകാണ്. അത് തന്നെ അതിൽ ഫോൺ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇതിൽ കത്ത് ആ ഒരു വ്യത്യാസം മാത്രം വരുത്തിയിട്ട് ഒരു സിനിമേൻ്റെ ഒരു സമയം വരെ അത് പോകുന്നുണ്ട്. അത് ക്രിഞ്ചിൻ്റെ ഫെസ്റ്റിവൽ ക്രിഞ്ച് ഫെസ്റ്റ് ചെയ്യുന്നത് ബോറടിച്ചിട്ട് ആളങ്ങോട്ട് ശമനം അത് ഇങ്ങനെ ചെയ്ത് കത്ത് ചെയ്തു. അപ്പോൾ പിന്നെ അവൾ വന്നെടുക്കും. പിന്നെ ദിലീപേട്ടൻ അവളൊരു ചേച്ചിയുടെ കത്ത് ചെയ്തു. അപ്പോൾ ദിലീപേട്ടൻ വന്നെടുക്കും. അങ്ങനെ സിനിമേൻ്റെ ഒരു സമയം പോകുന്നുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ബോഡി ഗാർഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഈ ബോഡി ഗാർഡ് സിനിമക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് മൊത്തത്തിൽ. പക്ഷേ ഇത് ഇങ്ങനെ കത്ത് ഇങ്ങനെ എഴുതുക, വേറൊരാൾ വന്നെടുക്കുക, ഇങ്ങനെ വായിക്കുക, എന്താ അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തോന്നുക. അത് തന്നെ ഒരു മാറ്റമില്ലാതെ അത് തന്നെ തോന്നുക. ചിലപ്പോൾ സിനിമ മാറിപ്പോയെന്ന് വരെ അങ്ങനെ അത്രയും സിമിലാരിറ്റി. ഈ കോപ്പി ഞാൻ പറഞ്ഞില്ല, പക്ഷേ അത്രയും സിമിലർ ആയിട്ടാണ് സിനിമയുടെ ഒരു സമയം പോകുന്നത്. 2.5 മണിക്കൂറിൽ ഒരു സമയം പോകുന്നത് അതിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞു ഈ മറ്റൊരത് പറഞ്ഞില്ലേ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ആയ കോമഡിയുടെ വർക്കൗട്ട് ആവാത്ത കോമഡി ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കോമഡിൻ്റെ കാര്യം പറഞ്ഞ മുന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് OTT ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇത് കോമഡി ആയി തോന്നില്ല. അത് ആണ് ഒരു സംഭവം. കാരണം ഇപ്പോൾ ഈ പ്രേമലു സിനിമ ഉണ്ടല്ലോ, ഈ പ്രേമലു സിനിമ നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ട് പൊട്ടിച്ചിരിച്ച പല സാധനങ്ങളും OTT ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ചിരിച്ചതെന്നുള്ള സംഭവം നമുക്ക് ചിലപ്പം വരും. അതേപോലെ തന്നെ ആമേഷ സിനിമയിൽ ഫഹദ് ഫാസിൽ കാണിച്ചു കൂട്ടണ ഓരോ ഹ്യൂമർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇത് OTT റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോക്കും. ചിലപ്പോൾ നമുക്കൊന്നും തോന്നില്ല. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ പോളിൻ്റെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊന്ന് ആ ഒരു ഭാഗം മാത്രം നമ്മൾ കുറേ കൈയടിച്ച് ചിരിച്ച സംഭവങ്ങളൊക്കെ ആണല്ലോ, അതൊന്ന് കണ്ടു നോക്കി. എനിക്ക് KGF സീനുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ഫോണിൽ അല്ലെങ്കിൽ OTT ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ നിന്ന് കണ്ടുപോയിരുന്നൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്നുള്ളതല്ല തിയേറ്ററിൽ പോകുമ്പോൾ. പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ആ കോമഡിയൊക്കെ അത് ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് കാണണം. അത്രയും ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇത് കാണണം. അപ്പോൾ ആ ഒരു കോമഡിൻ്റെ ഒരു സംഭവം വരുള്ളൂ. പക്ഷേ സ്റ്റിൽ അത് വർക്കൗട്ട് ആവാതെ പോയ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതാണ് കൂടുതൽ. വർക്കൗട്ട് ആവാതെ പോയ കോമഡിയാണ് കൂടുതൽ. പക്ഷേ വർക്കൗട്ട് ആയ കോമഡി ഉണ്ട്. മനസ്സിലായില്ല. നമുക്ക് ചിരി വരുന്ന 2-3 സാധനങ്ങളുണ്ട്. അപ്പോൾ എടുത്ത് പറയില്ലേ, അത് എടുത്ത് പറഞ്ഞാൽ പിന്നെ അപ്പോൾ സിനിമയിലെ ധർമ്മജനൊക്കെ ഉണ്ട് കേട്ടോ. ആ ധർമ്മജനെ പക്ഷേ ആകെ 4-5 സീന് മാത്രമേ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇതായിരുന്നു ഇനി വിൻഡർ റോളല്ല ധർമ്മജനത്തിൽ കിട്ടിയിട്ടുള്ളത്, 4-5 സീനുള്ളൂ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ സിനിമയിലൊരു നായുണ്ട്. ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നായാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അത് ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടനും ഈ നായും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ഇമോഷനൊക്കെ ഉണ്ട്. അതിഭീകരമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി, സത്യം പറയാം. അത് ഈ 2-3 സീനുണ്ട്. നമ്മളെ നെഞ്ഞിങ്ങനെ പെടയണ ഇത് നായ്ക്കളെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത്. ഇത് നായിന് ഈ മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരു വെറുതെ നായിനെ കാണുമ്പോൾ കല്ലെറിഞ്ഞതിനെ വേദനിപ്പിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംഭവം നമുക്ക് തോന്നും എന്തായാലും. അത് 2-3 സാധനങ്ങളാണ് ആ സമയത്തുള്ള ഈ 2-3 സംഭവങ്ങളിൽ വരുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു അഭിനയമുണ്ട്. അതാണ് മോനെ സാധനം. അതാണ് ദിലീപേട്ടൻ്റെ ഈ ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ സംഭവമാണത്. ഒരു പെർഫോമൻസ് അത് വെറുതെ നെഞ്ഞത്തടിച്ച് കരഞ്ഞ് ചളാക്കണ സംഭവം അല്ലാതെ മിനിമലായിട്ട് നല്ല രസമായിട്ട് വലിയ മറ്റേ കൂടെ കൊണ്ട് എടുത്ത് മസിൽ പിടിക്കാതെ അടിപൊളിയായിട്ട് ആ സാധനങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ കോമഡിൻ്റെ സമയത്ത് ദിലീപേട്ടൻ്റെ കോമഡി ഒരു മരപ്പട്ടിനൊക്കെ പിടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിപ്പോയ കുറച്ച് സമയമാണ് അതൊക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമല്ല, തിയേറ്റർ മൊത്തം തന്നെ ആർക്കും ചിരിച്ചിട്ടൊക്കെ തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ വർക്കൗട്ട് ചളി പോലെ പോയ കുറേ സാധനങ്ങളുണ്ട്. മനസ്സിലായില്ല. അതായത് ചളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പണ്ട് 10 കൊല്ലം മുന്നേ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ചിലപ്പോൾ ചിരിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഈ ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞ സമയത്തും ഇതിന് എന്താ പറയുക, ഈ ഒരു ഇമോഷണൽ സീൻസ് ഇങ്ങനെ നമുക്ക് അത്രയധികം കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിന് മെയിനായിട്ട് ഇതിനെ സഹായിച്ചത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് സീനുകൾ മറ്റൊടത്തേക്കും പോകുന്ന സാധനമൊന്നുമല്ല. അത് ഫണ്ണായിട്ട് ആണ് ആ ഒരു ടൈം പോകണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ, ഇമോഷണലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ, അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകണം. അത് നല്ല രീതിയിൽ, അത് സീൻ ബൈ സീൻ അതിങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിരുത്തുന്നത് മെയിനായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണല്ലോ. അതിന് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സാധിച്ചിട്ട് അത് എനിക്ക് നല്ല കുക്കായും ചെയ്തു. പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് വരുന്നൊക്കെ റൊമാൻസ്, ആ സമയത്തൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ആരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇട്ട് ഇങ്ങനെ കേൾപ്പിക്കില്ല. അത് കൃത്യമായിട്ട് പറയാനും പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് പ്രതീക്ഷിക്കാതെ ഞാനിത് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലർ കാണാതെ പിന്നെ ഞാൻ സിനിമ കണ്ടതിന് ശേഷമാണ് ട്രെയിലർ കാണുന്നത്. കാരണം വലിയൊരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ട്. അത് അറിയാലോ, സെക്യൂരിറ്റി
ആണ്. സെക്യൂരിറ്റി പ്ലസ് കെയർ ടേക്കറാണ് ഒരു ഫ്ലാറ്റിത്തെ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ഫൈറ്റ് അതിൻ്റെ അടിയുന്നു ഈ മറ്റേ കുറച്ച് ആൾക്കാർ കൊണ്ടുപോകുന്ന പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് ദിലീപേട്ടനെ കുറച്ച് ഫൈറ്റ് ഇട്ട് കുറേ ഇങ്ങനൊന്നല്ല ചില ദിലീപേട്ടൻ ഇതിന് മുന്നേ ചെയ്ത ഡിസാസ്റ്റർ ഓഫ് മൂവീസിൻ്റെ പോലത്തെ ചില വൃത്തികെട്ട ആക്ഷൻസ് ഒന്നല്ല. ഇത് നല്ല അടിപൊളിയായിട്ട് ദിലീപേട്ടനായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ നല്ലപോലെ ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഫൈറ്റ് അതായത് സ്ലോ മോഷൻ എന്നല്ല, സ്ലോ മോഷൻ പ്ലസ് ഫാസ്റ്റ് ആണ്. അത് ഇടയ്ക്ക് നിന്ന് സ്ലോ മോഷൻ വരും, പിന്നെ ശരിക്കും അടിക്ക് പോകും, പിന്നെ സ്ലോ മോഷൻ, അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് അത് അടിപൊളി ചെയ്തിട്ട്. അത് തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ട്രെയിലറിലുണ്ട് ഒരു ഗ്ലിംസ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ കാണാതെ ഞാൻ പോയപ്പോൾ പെട്ടെന്ന് അതിലടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ അടിയുണ്ടോ, അതാണ് കുറച്ചും കൂടി 2-3 അടി കൂടി. അപ്പോൾ അതാണ് സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു ഫാമിലി എൻ്റർടൈനർ സാധനമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എലിമെൻസും ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. ഫാമിലിക്ക് കാണാൻ പറ്റിയ ചില അതിന് ഈ ബാത്റൂമിൽ ഒരു സ്റ്റിക്കർ പോലൊക്കെ ഒരു ഒട്ടിച്ചിട്ടുള്ളൊക്കെ ഒരു കോമഡി ഉണ്ട്. ഞാൻ പറയാൻ പറ്റാ. ഈ സ്റ്റിക്കർ അതിൽ ഒരു പ്രത്യേക ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. അത് പിന്നെ വേറെ ഒരു സാധനമാണ്. അതൊക്കെ ഫാമിലിക്ക് പറ്റായൊന്നുമില്ല. അങ്ങനത്തെ ഒരു 1-2 കോമഡിയൊക്കെ കുറച്ചൊന്നുണ്ട് ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത 1-2 സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം സിനിമയുടെ അത് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഫാമിലി കാണണമെങ്കിൽ കണ്ടാൽ മതി, അതിൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ വരുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഒരു ടിപ്പിക്കൽ ദിലീപേട്ടൻ മൂവിയാണ്. അത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്തൊക്കെയാണ് ഒരു ഫാമിലി എൻ്റർടൈനർ. അതിൽ നായകൻ ദിലീപ് എന്ന് പറയുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഈ സിനിമകൾ ആൾക്കാർ ഏറ്റെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഈ കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവ് ഇനി പറയുമെന്നുള്ള അറിയില്ല. പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഈ ഫസ്റ്റ് ഹാഫ് പോയ ആ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് പോയ പോലെ സെക്കൻഡ് ഹാഫ് പോകുകയാണെന്നുണ്ടെങ്കിൽ 5ൻ്റെ പൈസയൊക്കെ സിനിമ ഉണ്ടാവില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ 3/4 ഭാഗം ക്രിഞ്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു ക്രിഞ്ച് ഇതിലുണ്ട്. പക്ഷെ അതും അത്ര സമയമൊന്നും ഇല്ല കേട്ടോ. ആ സിനിമയുടെ അത്രയും സമയം കമ്പയർ ചെയ്ത് പറയില്ല, അതിന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും. അതായത് ഈ ഫാമിലി ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടണം. ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടണം. അതല്ലാതെ ഈ ആവേശം അതിൻ്റെ സിനിമ പോലെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ജൈഗോവേശ പോലത്തെ സിനിമ അങ്ങനെയല്ല. ഇത് അങ്ങനെ കാണേണ്ട സിനിമയുണ്ട്. അങ്ങനത്തെ സിനിമയാണ്. ഒരു ഫാമിലി സാധനമാണ്. വലിയ മറ്റുള്ള കയ്യൊരു ചോർപ്പ് വിളിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയുക അങ്ങനത്തെ ഒരു സിനിമയാണ്. അതെനിക്ക് ഈ പറഞ്ഞാൽ ഈ കുറേ ക്ലിഞ്ചിൻ്റെ ഫെസ്റ്റിവലായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്ലസ് ദിലീപേട്ടന് കുറേ കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ലൊരു കഥാപാത്രത്തിൻ്റെ പൊന്നോ കാണാൻ പറ്റുന്നത്. കുറേ ഇത്ര വിഗും വെച്ചിട്ടുള്ളതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതാണ് എൻ്റെ റിവ്യൂ. സിനിമ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഈസ് സാക്കിബ് ടോക്സ് സൈനിങ് ഔട്ട്.